ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് എൻ്റെ മക്കളെ വെച്ചിട്ട് ഒരു ചെറിയൊരു ചാലഞ്ച് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അവർക്ക് രണ്ടാൾക്കും ഞാൻ 100 രൂപ വീതം കൊടുക്കും. എന്നിട്ട് കടയിൽ പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനം സെലക്ട് ചെയ്യാൻ പറയും. 100 രൂപയിൽ കൂടാൻ പാടില്ല. 100 രൂപക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ചാലഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടാൾക്കും. നമുക്ക് നോക്കാം ആരാ സ്മാർട്ടായിട്ട് സാധനങ്ങൾ എടുക്കുന്നത്, എന്തൊക്കെ അവർ വാങ്ങുന്നുണ്ട്, അവരാ 100 രൂപ വെച്ച് എന്ത് ചെയ്യുന്നു, എന്തൊക്കെ വാങ്ങുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം രണ്ടാൾക്കും നല്ല സന്തോഷമാവും 100 രൂപ കിട്ടുമ്പോൾ. അപ്പം അവരെയും കൂട്ടി കടയിലേക്ക് പോയിട്ട് അവരെന്തൊക്കെയാണ് വാങ്ങുന്നത് നോക്കാം. ഒരു ചെറിയ കുഞ്ഞു ചാലഞ്ച്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക്. ഗൈസ്, അവർ റൂമിൽ കിടക്കുക ചെയ്യുന്നു. അപ്പം നമുക്ക് അവർക്ക് പോയിട്ട് കൊടുക്കാം ക്യാഷ്. ഓക്കെ, നിങ്ങൾക്ക് രണ്ടാൾക്കും ഞാനൊരു ചാലഞ്ച് തരാൻ പോകുന്നു. ഫോൺ ഓഫ് ആക്കും. രണ്ടാൾക്കും ഞാനൊരു ചാലഞ്ച് തരാൻ പോകുന്നു. ഓക്കെ, എണീക്ക്. നല്ല അടിപൊളി ചാലഞ്ചാണ്, അടിപൊളി ചാലഞ്ചാണ്. ഓക്കെ, അടുത്തടുത്തിരിക്കും രണ്ടാളും. സർപ്രൈസ് ആണ്, സർപ്രൈസ്. എനിക്ക് ഞാൻ 100 രൂപ തരും, എനിക്ക് 100 രൂപ തരും. ഓക്കെ, നിങ്ങളെ രണ്ടാളെ എന്നിട്ട് ഞാൻ കടയിൽ കൂട്ടിക്കൊണ്ടുപോകും. ഇഷ്ടമില്ലത് വാങ്ങാം, എനിക്കിഷ്ടമില്ലത് എനിക്ക് വാങ്ങാം, എനിക്കിഷ്ടമില്ലത് എനിക്ക് വാങ്ങാം. ഓക്കെ, പക്ഷെ 100 രൂപയിൽ കൂടാൻ പാടില്ല. 100 രൂപക്ക് കണക്കായ സാധനം വാങ്ങണം. കടയിലെ ആളോട് ചോദിച്ചിട്ട് 100 രൂപക്ക് കണക്കായിട്ടേ വാങ്ങാൻ പാടുള്ളൂ. 100 രൂപയിൽ കൂടാനും പാടില്ല, 100 രൂപയിൽ കുറയാനും പാടില്ല. കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, അതിലിഷ്ടമുള്ള സാധനമെല്ലാം എടുക്കാം. പക്ഷെ ഒരു കാര്യം നോക്കാം, നമുക്ക് ആര് നല്ല സാധനങ്ങൾ വാങ്ങുന്നു. അടുത്തെവിടെയെങ്കിലും പോവാം. നല്ല സാധനം ആര് വാങ്ങുന്നു നോക്കാം. എന്തെന്ന് അപ്പം ഇപ്പം കുറച്ച് വെയിലുണ്ട്, നമുക്ക് കുറച്ച് തണൽ വന്നു കഴിഞ്ഞാൽ കടയിലേക്ക് പോവാം. ഓക്കെ, 100 പിടിക്ക്. ഇതൊരാൾക്ക് ഹാപ്പി ഹാപ്പി. അപ്പം കടയിൽ പോയിട്ട് കാണാം അല്ലേ? ഉണ്ടോ? സന്തോഷമായോ? 100 രൂപ എന്നുകൊണ്ട് 100 രൂപ ഒന്നും കുട്ടികൾക്ക് തരാൻ പാടില്ല ശരിക്കും. നിങ്ങളെ ഒരു ഇത് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെന്നാ എടുക്കുന്നത്, നല്ല സാധനം എടുക്കുമോ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഡൗട്ട്, ഇവർ വാങ്ങിയ സാധനം ഇവർക്ക് തന്നെ അല്ലേന്ന്. നിങ്ങൾ വാങ്ങിയ സാധനം നിങ്ങൾക്ക് തന്നെയാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് സ്വന്തം. ഓക്കെ, എങ്ങനെ വാങ്ങാം? 100 രൂപക്ക് കണക്കായിട്ടുള്ള സാധനമേ വാങ്ങാൻ പാടുള്ളൂ. കൂടാനും പാടില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടമില്ല എടുക്കാം. ഒന്നുമില്ല. ഓക്കെ, സന്തോഷം. 100 രൂപ തെറ്റാ? താങ്കൾക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെ പാടില്ല, ആക്രാന്തം വേണ്ട. കുറച്ച് വെയിലെല്ലാം പൊട്ടുന്നിട്ട് നമുക്ക് കടയിലേക്ക് പോകാം. ഓക്കെ, 3 മണിയാകുമ്പോൾ 2:45. ഓക്കെ, ബൈ. നമുക്ക് കടയിൽ എത്തിയിട്ട് കാണാം, അല്ലെങ്കിൽ കടയിൽ പോകുമ്പോ കാണാം. നമ്മൾ കടയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ബാ. കുറേ ടൈം എടുക്കല്ല, കുറേ ടൈം എടുത്തു വേണ്ടേ നോക്കും. നീ ഓണം ഇതിനെത്ര? തൊണ്ണൂറ്. ഇനി 10 രൂപ എടുക്കാം. 100 രൂപ തന്നെ.
ഏയ് കൂട്ടല എനിയുണ്ട് 10 രൂപ 10 ഐസ്ക്രീം ആര് രണ്ടാളും വേറെ വേറെ ഇതാക്കിക്കോ. വേറെ വേറെ പറയും. 30, 40, 50, 60, 70, 80, 90, 100. അഞ്ചിന് പറയില്ല നീ ഒന്ന് കോപ്പി അടിച്ച് ഇതിന് പൈസ കൊടുക്കണം ചേട്ടാ. പൈസ ഉണ്ടല്ലോ ആയില്ലേ ഞാൻ പോവാൻ പറ്റിക്കോ. ഓളെന്താക്കുന്നറിയ ഇതെല്ലാം പൂത്ത് വെക്കും എനിക്ക് ഞാൻ എല്ലാം തിന്ന് കഴിഞ്ഞാൽ മെല്ലെ എടുക്കും എനിക്ക് അന്യം കൊതിപ്പിച്ചിട്ട് തോന്നി ഞാൻ ഓളെ സോപ്പ് ഓളെ ഫുള്ളി ഞാൻ ബാവായോണ്ട് തരുന്നല്ലാണ്ട് ഞാൻ സോപ്പിടിയെന്നല്ല നീ ചെയ്യുന്നത് അല്ലേ കണക്കൂട്ടാൻ പഠിച്ചില്ലെങ്കോ അല്ലേ. ഐസ്ക്രീം അല്ലിലുണ്ട് ഇവർ രണ്ടാൾ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. രണ്ടാൾ ഭയങ്കര ഹാപ്പിയാണ്. ഇത്രയും മുട്ടായി കിട്ടിയില്ലേ. പക്ഷെ ഹെൽത്തി ആയിട്ടില്ല എന്ത് വാങ്ങിയില്ല, ഒന്നും വാങ്ങിയിട്ടില്ല. ഹെൽത്തി ആയിട്ടുള്ള ഒന്നും വാങ്ങി. അപ്പൊ ഫസ്റ്റ് ഓളത് കാണട്ടെ. ലിബാന്റെ നോക്കാം നമുക്കല്ലേ. ₹100 എത്ര സാധനം കിട്ടിയില്ലേ. അയ്യാ കഴിഞ്ഞോ. 10 രൂപയ്ക്ക് ഇതാ ലിബക്കുട്ടി വാങ്ങിയ സാധനങ്ങളിൽ ഇതാ അല്ല 100 രൂപ. അപ്പൊ ലിബ ഹാപ്പിയാണോ. അതിനടുത്ത് നമ്മുടെ സനക്കുട്ടിയെ നോക്കാം. ഇങ്ങോട്ട് ഇതിന് 5 റുപ്പീസാ വണ്ണിന്. പിന്നെ ഒരു ഫ്രൂപ്പി തന്നൊരു ജെല്ലി അതിന് 5 റുപ്പീസാ. പിന്നെ 10 റുപ്പീസിന്റെ ഒരു മിൽക്കി ബാർ. പിന്നെ 5 റുപ്പീസ് 2 മൽക്കീസ്. പിന്നെ 10 റുപ്പീസ് ഡാർക്ക് പാലസ്. 10 റുപ്പീസ് ഫ്രിസ്. Then 1 5 rupees milky bar. And you want 10 rupees alkaline. 1 public complaint. അപ്പൊ സന വാങ്ങിയത് ഇത്രയും സാധനങ്ങൾ അല്ലേ. അപ്പം 100 രൂപക്ക് എത്ര മുട്ടായി കിട്ടിയില്ലേ. എന്തൊക്കെ സാധനങ്ങൾ കിട്ടി. വെറൈറ്റി ഇപ്പൊ ഉണ്ടാക്കാൻ എന്ത് പറയാനുള്ളത്. ഈ ചാലഞ്ച് തന്നതിന് ഒരുപാട് താങ്ക്സ്. അതെന്തേ ഇത്രയും മുട്ടായി കിട്ടിയോണ്ടാ. നിങ്ങൾ പ്രതീക്ഷിച്ചിനാ ഇല്ല. ചാലഞ്ച് ഇഷ്ടായിനാ. എനിക്കിങ്ങനത്തെ ചാലഞ്ച് ഒന്നും ഇല്ല കേട്ടാ. പൈസ തന്നിട്ടില്ല ചാലഞ്ച് ഒന്നും ഇല്ല. അത് വേണ്ട. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ.